വെയില് കുന്ന് കുട്ടിയാണെന്ന് തോന്നുന്നില്ല അല്ലേ? ഗായ്സ് കുന്നെന്ന് പറഞ്ഞാൽ പോരാ, നമ്മൾ എത്തേണ്ട സ്ഥലം. ഹലോ മൈ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ഉണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒരു ട്രിപ്പ് പോയതാണ്. ട്രിപ്പ് പോയ വിശേഷങ്ങൾ മാത്രമല്ല കേട്ടോ, അതിന് വേണ്ടിയിട്ടുള്ള പർച്ചേസിങ്ങും പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളും അങ്ങനെ എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ നോക്കുക. ഇപ്പോൾ ബോറടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ 2x കാണാൻ നോക്കുക, ഒരിക്കലും സ്കിപ്പ് അടിക്കരുത് കേട്ടോ. അപ്പം ഞങ്ങളങ്ങനെ തലേ ദിവസം ചെറുതായിട്ടൊരു പർച്ചേസിന് ഇറങ്ങിയതാണ്. എവിടെയെങ്കിലും പോവുക അല്ലെങ്കിൽ ചെറുതായിട്ട് എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ എടുക്കുന്ന പരിപാടിയാണ് ഡ്രസ്സ് എടുക്കുക എന്നുള്ളതിൽ. നിഷായിന് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് ഞങ്ങൾ സ്റ്റുഡിയോയിൽ കയറി ചെയ്തത്. പക്ഷേ അവിടെ നിന്നൊന്നും ഞങ്ങൾക്ക് ഇഷ്ടമായില്ല കേട്ടോ. അങ്ങനെ അനുമോൻക്ക് നമുക്ക് നോക്കാമെന്നും പറഞ്ഞ് അങ്ങനെ അനുമോൻക്ക് വേണ്ട ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്യുകയാണ്. പക്ഷെ ഒന്നും അങ്ങോട്ട് മനസ്സിലേക്ക് പിടിച്ചില്ല. അങ്ങനെ ഞങ്ങൾ പിന്നെ കയറിയ കടയിൽ നിന്ന് ഫസ്റ്റ് തന്നെ നമുക്ക് ഇത് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അനുമോൻക്ക് അത് തീരെ ഇഷ്ടമായിട്ടുണ്ടായില്ല. ആ മുഖം കണ്ടാൽ തന്നെ അറിയില്ലേ, തീരെ ഇഷ്ടമായിട്ടില്ല കേട്ടോ. പിന്നെ നമ്മളത് ഈ പിങ്ക് എടുത്തു, അതും എനിക്ക് ഇഷ്ടമായില്ല. പക്ഷെ ഞങ്ങൾക്ക് നല്ലോണം ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിങ്ക് എടുത്ത് ഞങ്ങൾ ഇറങ്ങി. നിഷാക്കാക്ക് ഈ ഒരു ടീഷർട്ട് അടുത്ത കടയിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു റെഡ് ടീഷർട്ട് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പക്ഷെ എപ്പോഴും ഉള്ളൊരു കളറാണ് കേട്ടോ. ഇപ്പം നമ്മൾ ഇട്ട് വന്നതും റെഡ് തന്നെയാണ് ഏകദേശം. പിന്നെ റെഡ് ടീഷർട്ടും ഷാഖാൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് വേണ്ടാന്ന് വെച്ചിട്ട് അങ്ങനെ ഇറങ്ങി. ഞങ്ങൾ ഓരോ ചായയും പഴംപൊരിയൊക്കെ കുടിച്ച് പിന്നെ എനിക്ക് ഡ്രസ്സ് നോക്കാൻ വേണ്ടിയിട്ട് കയറി. ഞാൻ ഒരു പ്രാവശ്യം നോക്കി ഇറങ്ങിയതായിരുന്നു. പിന്നെ രണ്ടാമതേ ക്യൂ ലഞ്ച്. ഇവിടെ നല്ല റേറ്റ് കുറവാണ് കേട്ടോ. ഞാൻ ഡ്രസ്സ് എടുക്കാൻ വിചാരിച്ചിട്ടുണ്ടായില്ല. ജസ്റ്റ് ഒന്ന് കയറിയപ്പോൾ അങ്ങനെ ഇഷ്ടമായി, അങ്ങനെ എടുത്തതാണ് കേട്ടോ. നിഷാഖാക്ക് എന്തായാലും അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായില്ല, മണ്ണാർക്കാട് നിന്ന്. അനുമോൻ്റെത് വേറൊരു ഡ്രസ്സ് ഞങ്ങൾ ആദ്യം എടുത്ത റെഡ് തന്നെ പിന്നെ പോയി മാറ്റി എടുത്തിട്ടുണ്ടായിരുന്നു. അനുമോനക്ക് തീരെ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അങ്ങനെ ആ പിങ്ക് മാറ്റി റെഡ് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ പോയത് വട്ടമ്പലത്തുള്ള ഒരു ഗ്രാനൈറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ടൈലൊക്കെ എടുത്ത കടയാണ് കേട്ടോ. അവിടെ ഗ്രാനൈറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. സ്റ്റെപ്പിന് വേണ്ടിയിട്ടുള്ള ഗ്രാനൈറ്റ് ഒന്നും ഞങ്ങൾ ടൈലെടുത്ത ടൈമിൽ എടുത്തിട്ടുണ്ടായില്ല. അങ്ങനെ അതൊക്കെ സെലക്ട് ചെയ്ത് തിരിച്ച് വന്നപ്പോഴത്തേക്കും രാത്രി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെറുതായിട്ട് രാത്രി ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും ഇത് എല്ലാവരും പത്രിയുടെ പണിയൊക്കെ തുടത്തിയിട്ടുണ്ട്. നമ്മൾ ഫുഡ് വെച്ച് കൊണ്ടുപോവാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് രാവിലത്തേക്ക് പത്രിയും ചിക്കൻ കറിയൊക്കെയാണ് വെക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതേ സജീവമായിട്ട് പണിയിലാണ്. ഞാൻ ഷാക്കി പിന്നെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. കോട്ടോപ്പാടത്ത് വീട് പണി നടക്കില്ല. അപ്പോൾ അവിടെ പണിക്കാർ പോയോ എന്താ ഏതാന്നൊക്കെ നോക്കി അവിടേക്ക് ഒന്ന് ജസ്റ്റ് സെറ്റ് ആക്കിയിട്ടാണ് ഞങ്ങൾ തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഇത്രയും നേരം വൈകിയത്. അങ്ങനെ വന്നത് ഈ ഫുഡിൻ്റെ പരിപാടിയൊക്കെ തുടത്തിയിട്ടുണ്ട്. ഇത് നമ്മൾ നെയ്ച്ചോറിലേക്കുള്ള കറി സെറ്റ് ആക്കുക കേട്ടോ. അപ്പോൾ നെയ്ച്ചോറും ചിക്കൻ കറിയുമാണ് ഉച്ചക്കത്തേക്ക്. പത്തിരിയും പിന്നെ അതേ തേങ്ങ വറുത്തരച്ച കറിയുമാണ് കേട്ടോ രാവിലത്തേക്ക്. നല്ല അടിപൊളി ടേസ്റ്റുള്ള കറിയായിരുന്നു. പിന്നെ നമ്മൾ എക്സ്ട്രാ ഉപ്പൊക്കെ ഉണ്ട്. അതിൻ്റെ കയ്യുമ്മത്തെ കരിയൊന്നും കണക്കാക്കണ്ട. ജസ്റ്റ് അവിടെ പാത്രം കഴുകുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് വന്ന് വീഡിയോ. ഈ ഒരു തൈര് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മിക്സ് നമ്മൾ ഇതുപോലെ അങ്ങനെ കട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കാണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഉപ്പും തൈരൊക്കെ നമ്മൾ കൊണ്ടുപോയി അവിടെ നിന്നാണ് നമ്മൾ മിക്സ് ആക്കിയിട്ടുണ്ടായിരുന്നത്. ഇത്രയും വലിയൊരു അണ്ടാവിൽ വെള്ളവും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അടുക്കളയിലെ പണീൻ്റെ ഇടയിൽ ജസ്റ്റ് ഹാൾക്കൊന്ന് വന്നപ്പോഴാണ് ഈ ഒരു കാഴ്ച കണ്ടത്. ഇതുപോലെ സെറ്റ് ചെയ്തിട്ടാണ് അനുഭവം കടന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടോ. ഊട്ടി പോകാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ചാടിക്കളിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇതുപോലെ സെറ്റ് ചെയ്തിട്ടാണ് ആൾ കിടന്നിട്ടുണ്ടായിരുന്നു. ഹാളിലാണ്ടോവും കിടക്കുക. ഓനെ പിന്നെ നമ്മളെടുത്ത് കിടക്കുക ചെയ്യുക. കാരണം ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ആ ഒരു ബെഡിൽ കിടക്കുക എന്ന് പറയുന്നത്. പുലർച്ചെ ആയപ്പോഴത്തേക്കും എല്ലാവരും റെഡിയായി എത്തിയിട്ടുണ്ട് കേട്ടോ. പെമ്പിനെയും പാത്തും പിന്നെ കുഞ്ഞൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും വീട്ടിലേക്ക് ആദ്യം വന്നു. ഫുഡൊക്കെ വീട്ടിൽ നിന്ന് സെറ്റ് ചെയ്തതായതുകൊണ്ട് തന്നെ വീടിൻ്റെ അടുത്തേക്ക് വണ്ടി വരാൻ പറഞ്ഞാൽ അങ്ങനെ അവിടെ നിന്നാണ് ഞങ്ങൾ എല്ലാവരും കയറിയിട്ടുണ്ടായിരുന്നത്. വീട്ടിലേക്ക് എല്ലാവരും വരും കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതേ നമ്മൾ വണ്ടി കയറി സെറ്റായിട്ടിരുന്നു കേട്ടോ. ട്രാവലറിലാണ് പോയിട്ടുണ്ടായിരുന്നത്. മണ്ണാർക്കാട് അവിടെ എവിടെയുള്ള ഒരു വണ്ടിയാണ്. കയറിയ പാടെ 1-2 വീഡിയോസൊക്കെ എടുത്തിട്ടോ. പിന്നെ നമ്മൾ 3 മണിക്ക് 4 മണിക്ക് ഇറങ്ങണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കറക്റ്റ് 5 മണിക്കാണ്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കണ വഴി നമുക്ക് ചെറുതായിട്ടൊരു സിഗ്നൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. കറി ചെറുതായിട്ട് ചെരിഞ്ഞിട്ടുണ്ടെന്ന്. അങ്ങനെ ഞങ്ങൾ ഡോറ് തുറന്ന പാടെ എല്ലാം റോട്ടിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ജസ്റ്റ് ചെരിഞ്ഞപ്പോൾ കറി എന്തായി എന്ന് നോക്കാൻ വേണ്ടി തുറന്നതാണ്. പിന്നെ അത് മൊത്തം പോയി. നമുക്ക് രാവിലത്തേക്കുള്ള കറിയാണ് ഫുള്ള് പോയത്. ആ ഒരു സങ്കടം കാരണം കുറച്ച് നേരം അവിടെ സ്തംഭിച്ച് നിന്നിട്ടോ. പിന്നെ ഒരു പമ്പിൽ കയറി കറി പോയതൊക്കെ ക്ലീൻ ആക്കി ഷിനാജിനും ഡ്രൈവർക്കും ഉണ്ടോ ആ പണി കിട്ടിയതുപോലെ ഒന്ന് മുന്നിൽ. അപ്പോൾ കറി വന്ന് തുറന്നത് പോലെയായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വണ്ടൂർ എത്തിയപ്പോഴത്തേക്കും കുറച്ച് നേരം വെളുത്തിട്ടുണ്ടായിരുന്നു. വണ്ടൂരിൽ നിന്ന് ചെറിയതിനെയും കുട്ടികളെയൊക്കെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നാണ് കയറിയിട്ടുണ്ടായിരുന്നത്. ഓരോ കൂടിയും കയറിയപ്പോൾ വണ്ടി അങ്ങോട്ട് ഉഷാറായിട്ടോ. അപ്പോൾ കൊച്ചുണ്ടെങ്കിൽ പിന്നെ വേറെ ആരും വേണ്ട. ഓൻ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഓനെ കാണുന്ന ടൈമിൽ നമ്മളെ സൂപ്പർ വാവനെ ഇങ്ങനെ ഓർമ്മ വരും. ഓൻ എന്താണോ അതന്നെയാണ് ഇവനും. ഭയങ്കര സെറ്റാണ്. തമാശ പറഞ്ഞിട്ടും കളിച്ചിട്ടും ചിരിച്ചിട്ടും. സൂപ്പർ വാവയുടെ അതേ സംസാരമാണ് കേട്ടോ. പക്ഷെ അവന് ചാനലും കാര്യങ്ങളൊന്നുമില്ല. എന്നാലും അവൻ്റെ സംസാരം കേൾക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര രസമാണ്. ഭയങ്കര കോമഡിയാണ്. പിന്നെ നമ്മളെ അസുവാപ്പി ഉണ്ട് നമ്മളെ കൂടെ വീഡിയോയിൽ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഒന്ന് അവലൊക്കെ കയറി കുറച്ച് നേരം ഡാൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒന്ന് സൈലൻ്റായി. പിന്നെ ഒരു കടയിൽ നിർത്തി നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ടോ. ഡ്രൈവർക്ക് ചായ കുടിക്കണമെന്ന് പറഞ്ഞ് നിർത്തിയാണ്ടോ. നമ്മൾ നിലമ്പൂർ എത്തിയിട്ടുള്ളൂ. അപ്പോഴത്തേക്കും നമ്മൾ 3 നിർത്തൽ കഴിഞ്ഞിട്ടോ വണ്ടി. ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ കുഞ്ഞ് നല്ല ടച്ചപ്പിലാണ് കേട്ടോ. പിന്നെ ഞങ്ങളും അവിടെ നിർത്തിയതല്ലേ വിചാരിച്ച് ഓരോരുത്തർ ചായയൊക്കെ വാങ്ങി കുടിക്കാൻ തുടങ്ങി. ഞാൻ ബൂസ്റ്റ് കണ്ടു കുടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോ കടയും
ഓരോ ഗ്ലാസ് ചായയൊക്കെ കുടിച്ച് അവിടെ കുറച്ച് നേരം ഞങ്ങൾ ടൈം വെറുതെ കളഞ്ഞു ഗൈസ്. അപ്പോൾ നമ്മൾ ടൈം കളയാൻ നമ്മൾ മുൻപിലാണ്, വെറുതെ അവിടെ ഇവിടെയൊക്കെ നിന്ന് ഞങ്ങൾ കുറേ ടൈം കളഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ ഇവിടെ ഇറങ്ങി നിൽക്കണ കണ്ടാത്തൊന്നും ഞങ്ങൾ 2-3 ദിവസത്തെ ടൂറാണ് കേട്ടോ. 1 ഡേ ടൂറാണ്. പോയി തിരിച്ച് രാത്രി തന്നെ ഇങ്ങോട്ട് പോരാനുള്ള ടൂറാണ്. എന്നിട്ടാണ് ഞങ്ങൾ ഇത്രയും ടൈം ഊട്ടിയിൽ എത്തുന്നതിന് മുൻപ് തന്നെ ഇങ്ങനെ ചിലവാക്കണം കേട്ടോ. പിന്നെ നമ്മൾ 3 മണിക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞാൽ ചെറുതായിട്ടൊന്ന് പാളിപ്പോയി. അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് സ്ഥലം കവർ ചെയ്യാൻ പറ്റിയിരുന്നു. നമുക്ക് ഒരുപാട് സ്ഥലമൊന്നും കവർ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ നമ്മളിതേ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിർത്തി വണ്ടി. ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയ ടൈമിൽ ആർക്കും വലിയ ഉഷാറൊന്നും ഇല്ല കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തേങ്ങ വറുത്തരച്ച കറിയൊക്കെ പോയതല്ല, നല്ല അടിപൊളി ചിക്കൻ കറി ആയിരുന്നു കേട്ടോ. അത് പോയ സങ്കടം ഉണ്ടായിരുന്നു എല്ലാവർക്കും. കാരണം പത്തിരിയിലേക്ക് നമ്മൾ വീണ്ടും നമ്മളെ നെയ്ച്ചോറിൻ്റെ കറിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. എന്നാലും അടിപൊളി തന്നെയാണ് കേട്ടോ. ഇതൊക്കെ സ്വാഭാവികം എന്ന് വിചാരിച്ച് ഞങ്ങൾ അങ്ങോട്ട് സമാധാനിച്ചു. പിന്നെ നമുക്ക് കറി പോയാലും വേറെ കറി ഉണ്ടല്ലോ. അങ്ങനെ നമ്മൾ അടിച്ചാം പൊളിച്ചാം പത്തിരിയൊക്കെ കഴിച്ച് വീണ്ടും അവിടെ നിന്ന് അങ്ങോട്ട് യാത്ര തുടങ്ങി കേട്ടോ. ആദ്യം ഞങ്ങൾ ഫസ്റ്റ് കാണുന്ന പൈൻമരത്തിൻ്റെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് കുറച്ച് ഫോട്ടോസും വീഡിയോസ് എടുത്ത്. പിന്നെ അടുത്ത് നമ്മൾ ദേ ഒരു സൂയിസൈഡ് പോയിന്റിലാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ദേ ഒരു പാർക്കിൽ ആദ്യം ഒന്ന് കളിച്ച് പിന്നെ നേരെ സൂയിസൈഡ് പോയിന്റിലോട്ട് പോയി. ഗായ്സ്, കുന്നെന്ന് പറഞ്ഞാൽ പോരാ, നമ്മൾ എത്തേണ്ട സ്ഥലം അങ്ങ് എത്തണം. നമ്മളിങ്ങ് എത്തിയിട്ടുള്ളൂ. ഓരോരുത്തർ ഇപ്പം തന്നെ കുഴങ്ങിക്കണു. വെയില്, കുന്ന്, ചൂട്. ഇത് ഊട്ടിയാണോ ചൂടാണ്. ഊട്ടിയാണെന്ന് തോന്നുന്നില്ല അല്ലേ? ഊട്ടി മാറി. ചതിച്ചു ഗൈസ്, ഊട്ടി ചതിച്ചു. എന്ത് സംഭവം? ഇവിടേക്ക് എന്തിനാ സെറ്റർ? സെറ്റർ ആരൊക്കെ എടുത്തോല്? സെറ്റർ എടുത്തോൽക്കൊക്കെ 7 മണിക്ക് വന്നാലും കൂടി ഇവിടെ തണുപ്പില്ല. നേരെ തിരിച്ച് സ്കൂളിന്ന് എന്തോ ഒരു ഭാഗ്യം ഞങ്ങൾക്ക് ഉള്ളതുകൊണ്ട് തന്നെ ഊട്ടിയിൽ ഞങ്ങൾ എത്തിയപ്പോൾ നല്ല ചൂടായിരുന്നു. ഞങ്ങളെ കൂട്ടത്തിലെല്ലാവരും തണുപ്പ് പറ്റൂല എന്ന് പറയുന്ന പോലെയായിരുന്നു. എന്തായാലും അത് അങ്ങോട്ട് കണ്ടറിഞ്ഞ് നല്ല ചൂടുണ്ടായിരുന്നു. പിന്നെ കുറേ സ്കൂൾ കുട്ടികളുണ്ടായിരുന്നു. കാരണം സ്കൂളിൽ നിന്ന് ടൂർ പോകുന്ന ഒരു ടൈമാണല്ലോ. അങ്ങനെ കുറേ കുട്ടികളുണ്ടായിരുന്നു. എല്ലാവർക്കും ഭയങ്കര സന്തോഷം കേട്ടോ. വീഡിയോ എടുക്കാൻ ചോദിച്ചിട്ട് എല്ലാവരും വീഡിയോയിലൊക്കെ നിന്നു. എനിക്കും ഭയങ്കര ഇഷ്ടമായി. കുറേ നേരം വർത്താനം പറയാനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ആ ഒരു ടൈമിൽ സൗണ്ട് ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ ഞാൻ കുട്ടികളോടൊന്നും അധികം വർത്താനം പറയാൻ വേണ്ടിയിട്ട് പോയില്ല കേട്ടോ. എനിക്ക് ആ ഒരു പ്രായക്കാരെ കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മളെ സൂയിസൈഡ് പോയിൻറ്റിൻ്റെ ഏറ്റവും മുകളിലത്തെ ഭാഗത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. മുകളിൽ നിന്ന് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് താഴത്തേക്ക് ഇറങ്ങിയ ഭാഗമാണ് കേട്ടോ അത്. ഞാനും ഇഷായ്ക്ക് ആദ്യം എത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് അടിഭാഗത്തോട്ടായിട്ട് അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പാത്തും ഷിനാജൊന്നും കയറിയില്ല കേട്ടോ. നല്ല കുന്നാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കയറിയില്ല. കുട്ടികളാണെങ്കിലും ഉമ്മയും സൈനമ്മയും അമ്മായും ഒക്കെ പാർക്കിൽ ഇരിക്കുകയാണ്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു സൂയിസൈഡ് പോയിന്റിന് തൊട്ട് മുൻപിൽ തന്നെയാണ് ഈ ഒരു പാർക്കുള്ളത്. ചെറുതായിട്ടൊരു പാർക്കാണ്. അപ്പോൾ അതിലിരുന്നാൽ നമുക്ക് ബാക്കിയുള്ളവർക്ക് പോയി വരികയും ചെയ്യാം. ഓൾക്ക് ഒരു ബോറടി ഉണ്ടാവില്ല എന്നാണ് എല്ലാവരും ആ പാർക്കിലിരുന്നു. അങ്ങനെ ഞങ്ങൾ സൂയിസൈഡ് പോയിൻ്റൊക്കെ ഫുള്ള് കവർ ചെയ്ത് അവിടെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് നേരെ താഴത്തോട്ട് ഇറങ്ങിട്ടോ. ഈ ഒരു സ്ഥലത്ത് ഞങ്ങൾ ഇതിന് മുൻപ് ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ ഷാഖാൻ്റെ ഫാമിലിയിൽ നിന്ന് ടൂർ പോകുന്ന ടൈമിൽ ഈ ഒരു സ്ഥലത്താണ് ആദ്യം ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. വീഡിയോ ഒക്കെ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഷോർട്സ് ആയിട്ടാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ വീണ്ടും വണ്ടി കയറിയിട്ടുണ്ട്. എല്ലാവരും ഷർട്ടൊക്കെ ഊരിയിട്ടാണ് ഇരിക്കുന്നത്. അപ്പം നല്ല ചൂടുണ്ടായിരുന്നു. തണുപ്പില്ല എന്നറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരൊക്കെ ഷർട്ട് ഊരി ഇരിക്കുന്നത്. ഞങ്ങൾ ഇന്ന സ്ഥലത്ത് പോകണം എന്നുള്ളത് ആദ്യം പ്ലാൻ ചെയ്തിട്ടുണ്ടായില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ പ്ലാൻ ചെയ്ത് പോകുന്നതായിരിക്കും വൺ ഡേ ട്രിപ്പ് പോകുമ്പോൾ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം കേട്ടോ. ഞങ്ങൾക്ക് എല്ലായിടും എത്തിപ്പെടാൻ പറ്റിയില്ല. കാരണം ഞങ്ങൾ ആദ്യം ഒരു പ്ലാനിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. പിന്നെ ഞങ്ങളിതേ ഇറങ്ങിയത് പൈൻ ഫോറസ്റ്റിലാണ്. അടിപൊളിയാണ് അവിടെ. ചെറിയൊരു മൊട്ടക്കുന്നല്ല എന്നാൽ അങ്ങനെ എന്തോ ഒരു സംഭവമാണ് പറഞ്ഞത്. പോയതിൽ വെച്ചിട്ട് എനിക്ക് ഈ ഒരു സ്ഥലമാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഇവിടെ ചെന്ന ടൈമിൽ നല്ല തണുപ്പുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ തണുപ്പുണ്ടായിരുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. പിന്നെ നമ്മൾ ടൂർ പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വാങ്ങി കഴിക്കുക എന്ന് പറയുന്ന സംഭവം ഈ ഒരു ചോളം ഉപ്പിലിട്ടത് അങ്ങനത്തെയൊക്കെ സംഭവങ്ങളല്ലേ. അവിടെ ഈ ഒരു സാധനത്തിനൊക്കെ തീ പിടിച്ച വിലയാണ് കേട്ടോ. എന്നാലും നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ അതൊക്കെ വാങ്ങി കഴിക്കുകയും ചെയ്യും. അവിടെ പോയിട്ട് പിന്നെ ഏറ്റവും കൂടുതൽ കാണാൻ പറ്റിയത് കുരങ്ങന്മാരെയാണ് കേട്ടോ.
ഇഷ്ടം പോലെ കുരങ്ങന്മാരുണ്ടായിരുന്നു. നമ്മളെന്തെങ്കിലും കഴിക്കുന്ന ടൈമിലൊക്കെ നമ്മളെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ടുപോകും, അത്രക്കും കുരങ്ങന്മാരായിരുന്നു. പിന്നെ നമ്മളിത് ഉച്ച ടൈമിൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും വണ്ടി നിർത്തിയിട്ടോ. ഫുഡ് പിന്നെ എന്താണെന്നുള്ളത് ഞാൻ വീഡിയോൻ്റെ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും നെയ്ച്ചോറും ചിക്കൻ കറിയും ഉണ്ട്. അവിടെ ഞങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് പാളിയിട്ടുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് നമ്മൾ കഴിക്കാൻ നിന്നപ്പോഴത്തേക്കും ചിക്കൻ കറി ചെറുതായിട്ട് കേടുവന്ന് തുടത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കേടുവന്നു എന്ന് കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചു സ്വാഭാവികം, കാരണം നമ്മൾ രാത്രി റെഡിയാക്കി വെച്ചല്ലേ. പക്ഷേ നമ്മളവിടെ അന്വേഷിച്ചപ്പോൾ അവിടെ വെച്ച് കൊടുന്ന എല്ലാവർക്കും കേടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഊട്ടിയിൽ അത്ര തണുപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് പെട്ടെന്ന് തന്നെ ചീത്തയായി പോയിട്ടുണ്ടായിരുന്നു. അടുത്ത് വണ്ടി നിർത്തി കഴിച്ചവരൊക്കെ കേടുവന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഡ്രൈവറും പറഞ്ഞു ഇതുപോലുള്ള അനുഭവം ഫസ്റ്റ് അല്ല, അതിന് മുൻപേ ഉണ്ടായിട്ടുണ്ടെന്ന്. അപ്പോൾ ചെറിയൊരു സമാധാനം ഉണ്ടോ, കാരണം പുലർച്ചെ എണീറ്റ് വെക്കാത്തതുകൊണ്ടാണ് നമ്മളത് കേടുവന്നതിനൊരു ചിന്ത ഉണ്ടായിരുന്നു. അതങ്ങോട്ട് മാറി കിട്ടി, കാരണം പുലർച്ചെ വെച്ച് കൊടുന്നവരതൊക്കെ കേടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലുള്ള അനുഭവം ആർക്കും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കണം. നമ്മൾ കറിയായിട്ട് കൊണ്ടുപോയതുകൊണ്ടായിരിക്കും പെട്ടെന്ന് കേട് വന്നത്. അപ്പം നമ്മളിങ്ങനെ കടായി ഐറ്റംസോ അങ്ങനെയൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ പ്രത്യേകം പെട്ടെന്ന് തന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുമല്ലോ പിന്നെ എന്നാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കും ഞങ്ങളത് പെട്ടെന്ന് അങ്ങോട്ട് ചീത്തയായി പോയത്. അപ്പോൾ എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ നമ്മളിത് അടുത്തത് വന്നത് ബോട്ടിങ്ങിനാണ് കേട്ടോ. ബോട്ട് എടുക്കാൻ നേരം നമുക്ക് എല്ലാവർക്കും കൂടെ പോകാനുള്ള ബോട്ട് കിട്ടാൻ ഭയങ്കര പ്രയാസമുണ്ട്. നമുക്ക് ടൈമും കുറവായതുകൊണ്ട് നമ്മൾ 8 ആൾ പെഡൽ ബോട്ട് എടുത്തിട്ടു, അതായത് ചവിട്ടണ ബോട്ട് എടുത്തു. ആ ഒരു ടൈമിൽ ഞാനെന്നൊക്കെ പറഞ്ഞ കൈ പൊക്കിങ്ങാണ്ട് മുൻപിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ കയറി കഴിഞ്ഞപ്പോഴാണ് ഭയങ്കര റിസ്ക് ആണെന്ന് തോന്നിയത്. ഈ സംഭവം കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര രസമാണ് കേട്ടോ. ഓല് പോകുന്നതും നമ്മൾ പോകുന്നതും വീഡിയോയിൽ കാണാൻ ഭയങ്കര രസമാണ്. പക്ഷെ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഷാക്കിയും ഷിനാജുമാണ്. ഓല് ഭയങ്കരമായിട്ട് അടങ്ങാറായിട്ടുണ്ടായിരുന്നു. ഞങ്ങളും കുറച്ചൊക്കെ ചവിട്ടിയിട്ടുണ്ടായിരുന്നു, ഞങ്ങളെ കൊണ്ട് പറ്റുന്നേ ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ ഇറങ്ങിയ ടൈമിൽ അത്യാവശ്യം വെയിലൊക്കെ ഉണ്ടായിട്ടുണ്ടോ, എന്നാലും നല്ല രസമായിരുന്നു. ഞങ്ങൾ 8 ആളും നല്ലോണം എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചവിട്ടുന്നതിലൊക്കെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിലും ബാക്കിയുള്ളവരൊക്കെ നല്ലോണം എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ഈ ചൂടെന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കൊന്നും വേണ്ട, വലിയ ചൂടൊന്നുമില്ല. നാട്ടിലെ ചൂടല്ല കേട്ടോ ഉദ്ദേശിച്ചത്. ഊട്ടിയിലെ ആ ഒരു തണുപ്പ് നമ്മൾ വിചാരിച്ച തണുപ്പ് കിട്ടിയില്ല എന്ന് മാത്രം, എന്നാലും നല്ലോണം എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതേ 1-2 റൈഡിലൊക്കെ കയറി. അനുമോനും പിന്നെ അമ്മയും സച്ചൊക്കെ ചെറിയ ആ ഒരു കാർ റൈഡിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഈ ഒരു റൈഡിലാണ് കയറിയിട്ടുണ്ടായിരുന്നത്. ഇത് അത്യാവശ്യം അടിപൊളിയായിട്ടുള്ള റൈഡ് തന്നെയായിരുന്നുണ്ടോ. ഇത് മസ്റ്റായിട്ട് അവിടെ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ കയറേണ്ട റൈഡ് തന്നെയാണ്. ഞങ്ങൾക്ക് നല്ലോണം ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അമ്മയും സീനമ്മയും എല്ലാവരും ഇതിൽ കയറിയിട്ടുണ്ടായിരുന്നുണ്ടോ. നമ്മൾ അത്യാവശ്യം അവിടെ കുറച്ച് ടൈം കിട്ടിയത് സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. റീലെടുക്കാനും പിന്നെ ബോട്ടിൽ കയറാനും ഇതുപോലുള്ള റൈഡിൽ കയറാനും ഒക്കെ അവിടെ ഞങ്ങൾ കുറേ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നുണ്ടോ. പിന്നെ നമ്മൾ ഇതിന്നൊക്കെ ഇറങ്ങിയിട്ട് എന്തെങ്കിലും കഴിക്കുക കുടിക്കുകയൊക്കെ വേണ്ടേ, അങ്ങനെ ഓരോരുത്തർ പോയി കഴിക്കും കുടിക്കണമൊക്കെ ഉണ്ടായിരുന്നു. പറ്റുന്നിടത്തോളമൊക്കെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. ലോങ് വീഡിയോക്ക് വേണ്ടിയിട്ട് ഒരുപാടൊന്നും ഞാൻ എടുത്തിട്ടില്ല. ഫോണിൻ്റെ സ്റ്റോറേജ് പേടിച്ചിട്ട് ഞാൻ കുറച്ച് വീഡിയോ കമ്മിയാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ ഓരോ കോൾഡ് കോഫിയും എനിക്ക് കുടിക്കാൻ പറ്റില്ല, അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം വാങ്ങിയത്. പിന്നെ ഈ ഒരു കിഴങ്ങിൻ്റെ ഐറ്റം കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് എവിടെ പോയാലും ഉണ്ടാവുന്ന സംഭവമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടോ. അതിൽ മയോണൈസ് കഴിക്കണതാണ് എനിക്കിഷ്ടം. പിന്നെ സീനമ്മ മസാജറിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. ആളവിടെ അങ്ങനെ കിടക്കുന്നുണ്ട്. ആ ഒരു ടൈമിൽ ഈ ഒരു ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് വന്നു. ഷിനാജാണ് കളിക്കണത്. 1-2 ജസ്റ്റ് മിസ് ചെയ്യുന്നുണ്ടോ, നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിലേക്ക് വീഴാൻ നേരം അത് കണ്ട് വീണ് പോകും. നമ്മളെ ടൂറിൻ്റെ അവസാന സ്പോട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇത് കഴിഞ്ഞ് പിന്നെ വേറെ എവിടെയും കയറിയിട്ടില്ല. നമ്മൾ ചോക്ലേറ്റ് ഫാക്ടറിയും ടീ ഫാക്ടറിയും കൂടി കയറണമെന്നുണ്ടായിരുന്നു, പക്ഷെ നടന്നില്ല കേട്ടോ. ടൈം കിട്ടിയില്ല, 1 ഡേ ടൂർ അല്ലേ, അതുകൊണ്ട് എല്ലാം കൂടെ എത്തിപ്പെടൽ നമ്മളെ കൊണ്ട് നടന്നില്ല. പിന്നെ ഞങ്ങൾ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള റീൽസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് ടൈം തീരെ തികയാത്തത് കേട്ടോ. നമ്മൾ ചെല്ലുന്ന ടൈമിൽ ചെറുതായിട്ടൊന്ന് റീൽസ് എടുക്കാനും വീഡിയോസ് എടുക്കാനും ഫോട്ടോസ് എടുക്കാനൊക്കെ നമ്മളിങ്ങനെ നിൽക്കുന്ന ടൈം കളയുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ സ്ഥലങ്ങളും മിസ്സായിക്കൊണ്ടേ ഇരിക്കും. നമുക്ക് അതിനും വേണമല്ലോ ടൈം. അങ്ങനെ അവിടെ നിന്നൊക്കെ ഇറങ്ങി ഞങ്ങളിതേ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും ഊട്ടിയിൽ എവിടെയും ഞങ്ങൾ നിർത്തിയിട്ടുണ്ടായില്ല. ഊട്ടിയിൽ നിന്നൊക്കെ പോകുന്ന നമ്മൾ ചുരം ഇറങ്ങി വൈക്കടവ് കഴിഞ്ഞ് നിലമ്പൂരൊക്കെ എത്തുന്നതിന് മുൻപ് ഒരു അറേബ്യൻ മജ്ലിസിലാണ് നിർത്തിയിട്ടുണ്ടായിരുന്നത്. മന്തി ഉണ്ട് അവിടുത്തെ സ്പെഷ്യൽ, മന്തി മാത്രമേ ഉള്ളൂ അവിടുത്തെ സ്പെഷ്യൽ. അപ്പം നമ്മൾ മന്തിയും അൽഫാമുമാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ നമ്മളെ ബഡ്ജറ്റിൽ വരുന്ന ഫുഡാണല്ലോ. രാവിലത്തെ ഉച്ചത്തേക്ക് ഫുഡ് ഫ്ലോപ്പ് ആയതുകൊണ്ട് തന്നെ രാത്രി നല്ല തകർത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നുണ്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഷവായാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ ഷവായ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അൽഫാം വെച്ചിട്ട് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഇറങ്ങി. നമ്മൾ ശരിക്കും ടൂർ പോകുന്ന ടൈമിൽ, പ്രത്യേകിച്ച് വൺ-ഡേ ടൂർ പോകുന്ന ടൈമിൽ വീട്ടിൽ നിന്നേ നല്ല പ്ലാനിങ്ങോട് കൂടി പോകുകയാണെങ്കിൽ ഒന്നും കൂടി അടിപൊളിയായിരിക്കും കേട്ടോ. നമ്മളെടുത്ത ബഡ്ജറ്റിൽ ഞങ്ങൾക്ക് ഈ ഒരു ഫുഡും ഫുള്ളും ഇൻക്ലൂഡാണ്. നമ്മൾ റൈഡും കാര്യങ്ങളും ഫുള്ളും ഇൻക്ലൂഡാണ് കേട്ടോ. എന്നിട്ടും നമുക്ക് ബഡ്ജറ്റിൽ ബാക്കി വന്നു. അപ്പം നമ്മൾ വീട്ടിൽ നിന്നേ പ്ലാനിങ്ങോട് കൂടി പോകുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ കവർ ചെയ്യാൻ പറ്റിയിരുന്നു എന്നുള്ളത് തോന്നിപ്പോയി. അത് മാത്രമേ ഉള്ളൂ നെഗറ്റീവായിട്ടുണ്ടായിരുന്നു. ബാക്കിയൊക്കെ ഞങ്ങൾക്ക് അടിപൊളിയായിരുന്നു. പിന്നെ ഞങ്ങൾ ഊട്ടിയിൽ നിന്നൊന്നും വാങ്ങിച്ചിട്ടുണ്ടായില്ല. അതിൻ്റെ കാരണം വേറെ ഒന്നുമല്ല, അതായത് ഇതൊക്കെ വീട്ടിലുണ്ടായിരുന്നു. ഇത് ഞാൻ ഊട്ടിയിൽ പോകുന്നതിന് മുൻപേ എടുത്തു വെച്ച വീഡിയോ ആണ് കേട്ടോ. മോനും ഞങ്ങൾ ഊട്ടി പോകുന്നതിൻ്റെ 2 ദിവസം മുൻപേ ഊട്ടിയിൽ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഊട്ടി ബർക്കി, ചായപ്പൊടി 2 ഐറ്റം, പിന്നെ ഗുലാബ് ജാമ്, ചോക്ലേറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒന്നും വാങ്ങിയിട്ടുണ്ടായില്ല. ഞങ്ങൾ ഊട്ടിക്ക് ഇറങ്ങുന്ന ടൈമിൽ ഊട്ടി ഐറ്റംസ് ഒക്കെ പെരയിലുണ്ടായിരുന്നു. പിന്നെ വെറുതെ വാങ്ങി കാശ് കളയണ്ട വിചാരിച്ചു. ചായപ്പൊടി വാങ്ങണമെന്നുണ്ടായിരുന്നു, ടീ ഫാക്ടറി പോകാന്നുണ്ടെങ്കിൽ, പക്ഷെ അതങ്ങനെ പോകാത്തതുകൊണ്ട് വാങ്ങിയില്ല. അപ്പോൾ ഞങ്ങളുടെ ഊട്ടി വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടമായോ ഇല്ലേ എന്നുള്ള ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ കൂടി വേണ്ടോ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം. ടാറ്റാ.